മുറപ്പെണ്ണ്. രചനാ സംഭാഷണം മൈഥിലി മിത്ര, ഭാഗം 7. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ചുമ്മൂനെ നീ കെട്ടിക്കോണം. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. രാവിലത്തെ പ്രാതൽ വിളമ്പിക്കൊടുക്കുന്നതിനിടയിലാണ് ഗിരിജ തൻ്റെ ഇളയ മകനായ വിപിനോട് അതും പറഞ്ഞുകൊണ്ട് ഒച്ചയെടുത്തത്. കഴിച്ചുകൊണ്ടിരുന്ന ശിവരാജനും വിവേകും അത് കേട്ടത് ഒരുപോലെ ഞെട്ടിയെങ്കിലും അവർ വിപിൻ്റെ മറുപടിക്കായി കാതോർത്തു. അമ്മ എന്തിനാ ഇങ്ങനെ കടന്ന് കാറുന്നേ? ചുമ്മുവിൻ്റെ ഇഷ്ടമല്ലേ അതൊക്കെ? അവൾ തീരുമാനിക്കട്ടെ ആരെ കെട്ടണമെന്ന്. വിപിൻ അമ്മയുടെ നേർക്ക് തട്ടിക്കയറി. ശേഷം പാത്രത്തിലുള്ളത് വാരി കഴിക്കുവാനായി തുടങ്ങി. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. അവൾ ഈ വീട്ടിൽ എൻ്റെ മരുമകളായിട്ട് തന്നെ വരണം. അവർ വീണ്ടും മകനോട് കൊമ്പ് കോർക്കുന്ന രീതിയിൽ സംസാരിച്ചു. എൻ്റെ പൊന്നമ്മേ, അമ്മയ്ക്ക് സാവിത്രിമാമയെ ഇഷ്ടമല്ല, ചുമ്മൂനെ ഇഷ്ടമല്ല. പിന്നെന്തിനാ അവളെ തന്നെ ഈ വീട്ടിലെ മരുമകളാക്കണമെന്ന് ഇങ്ങനെ വാശി പിടിക്കുന്നേ? വിവേകിന് ചോദിക്കാതിരിക്കാനായില്ല. അവൻ തൻ്റെ അമ്മയെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കി. അത് നിനക്ക് ഇനിയും മനസ്സിലായില്ലേ? ചുമ്മൂനെ ഇവൻ കെട്ടിയ സാവിത്രിയുടെ ഷെയറും കൂടി ഇങ്ങോട്ടേക്ക് പോരും. നാത്തൂനെ അനന്തരവളെ മാത്രമേ എൻ്റെ ഭാര്യ പിടിക്കാത്തതായിട്ടുള്ളൂ. അവരുടെ സ്വത്തുക്കൊന്നും ഒരായിത്തോ ഇല്ല. ശിവരാജൻ ഗിരിജയെ നോക്കിയൊന്ന് പുച്ഛിച്ചു വിട്ടു. ദേ ശിവേട്ടാ, നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങളെ അനന്തരവളെ ഇഷ്ടമാണെങ്കിലേ എടുത്ത് തലയിൽ വെക്കുവോ, അമ്പലം പണിത് അത് പ്രതിഷ്ഠിക്കുകയോ എന്താച്ചാ ചെയ്ത് എന്നും പറഞ്ഞ് അവരെ കുമ്പിട്ട് കിടക്കേണ്ട കാര്യമൊന്നും ഈ ഗിരിജയ്ക്കില്ല. അവർ ഭർത്താവിന് നേരെ വീറോടെ വാദിച്ചു. ഈ അമ്മ എന്താ അച്ഛാ ഇങ്ങനെ? സാവിത്രി മാമ എന്ത് ചെയ്തിട്ടാ അവരെ ഇപ്പോഴും താത്തിക്കെട്ടി ഇങ്ങനെ സംസാരിക്കുന്നേ? പാവം, അവരായിട്ട് ഇങ്ങനെ കേട്ടോണ്ട് കിടക്കുന്നേ. അമ്മയുടെ സംസാരം ഇഷ്ടപ്പെടാത്ത രീതിയിൽ വിവേക് ഒച്ചയെടുത്തു. അതേടാ, നീയൊക്കെ അതേ പറയുള്ളൂ. അല്ലേലും നിങ്ങളുടെയൊക്കെ കണ്ണി ഞാൻ ചീത്തയാ. നിന്നെ 10 മാസം ചോന്ന് പ്രസവിച്ചത് ഞാനല്ലല്ലോ, ആ സാവിത്രിയല്ലേ. അവർ കയ്യിലിരുന്ന ഹോട്ട് ബോക്സ് ഡൈനിങ് ടേബിളിലായിട്ട് ഇത്തിരി ശബ്ദത്തിൽ വെച്ചിട്ട് ചാടിത്തുള്ളി അകത്തേക്ക് കയറിപ്പോയി. ഇവിടെ 3 മരുമക്കൾ കയറി വന്നു. ഇവൾ മാത്രം ഇങ്ങനെ തലതിരിഞ്ഞു പോയത്. അല്ലെങ്കിൽ തന്നെ എല്ലാ കുടുംബങ്ങളിലും കാണുമല്ലോ മനുഷ്യൻ്റെ മനസമാധാനം കളയാൻ വേണ്ടി ഒരാൾ. ഇറക്കി വിട്ടാൽ പോകാൻ ഒരിടയില്ല. അതുകൊണ്ട് മാത്രം ഞാനൊന്നും ചെയ്യാതെ ഇരിക്കുന്നേ. അതിപ്പോൾ ഒരു വളമായിട്ട് മാറിയിട്ടുണ്ട് താനും. കഴിപ്പ് മതിയാക്കി ശിവരാജൻ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വിവേകും വിപിനും എന്ത് ചെയ്യണമെന്നറിയാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അമ്മയുടെ സ്വഭാവം അങ്ങനെയാണെന്ന് അറിയില്ലേ വിവേകേട്ടാ? പിന്നെന്തിനാ നിങ്ങൾ വെറുതെ അമ്മയോട് തറുതല പറയാൻ പോകുന്നേ? 2 വയസ്സുകാരനായ തേജസ്സിനെ എടുത്തുകൊണ്ട് അപ്പോഴാണ് ചിപ്പി അവരുടെ അരികിലേക്ക് വന്നത്. ഗിരിജയുള്ളപ്പോൾ വീട്ടിലുള്ളവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കാൻ ചിപ്പിയെ അവർ അനുവദിക്കില്ലായിരുന്നു. അതിപ്പം സ്വന്തം ഭർത്താവായ വിവേകനാണെങ്കിൽ പോലും. എന്നും പറഞ്ഞ് മിണ്ടായിരിക്കണോ? സ്വന്തം അമ്മയൊക്കെയാ അല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഇത്ര അഹങ്കാരമൊന്നും ആർക്കും പാടില്ല. അവൻ ദേഷ്യത്തോടെ വീണ്ടും പാത്രത്തിലുള്ളത് കഴിക്കുവാനായി തുടങ്ങി. അമ്മയുടെ പണ്ട് തൊട്ടുള്ള സ്വഭാവം അങ്ങനെ തന്നെയല്ലേ ഏട്ടാ? ഇനിയിപ്പോൾ അതൊന്നും ആരെ കൊണ്ടും മാറ്റാൻ പറ്റില്ല. നമ്മളതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തേക്കണം. അവളും കുഞ്ഞിനെയും കൊണ്ടൊരു കസേരയിലേക്കിരുന്നു. ശേഷം ഒരിഡലി പ്ലേറ്റിലേക്ക് എടുത്തിട്ട് മോന് ഞെരടി വായിൽ വെച്ച് കൊടുക്കുവാനായി തുടങ്ങി. എന്തിനാ മിണ്ടായിരിക്കുന്നേ? ഈ മേലടത്ത് തറവാൻ്റെ കാരണവത്തിയായ അച്ചമ്മയ്ക്ക് പോലുമില്ല ഇത്ര അഹങ്കാരം. അതും പറഞ്ഞുകൊണ്ട് വിവേക് അവിടെ നിന്ന് എഴുന്നേറ്റ് കൈ കഴുകുവാനായി പോരി. ചിപ്പി തനിക്കെതിരായിരുന്നു ഭക്ഷണം കഴിക്കുന്ന വിപിനെ ഒന്ന് നോക്കിയിട്ട് കുഞ്ഞിന് വാരിക്കൊടുക്കൽ തുടർന്നു. എടാ, ഞാനിന്ന് ഹാഫ് ഡേ ലീവ് എടുക്കുക. ഇരുന്നാൽ ശരിയാവുമെന്ന് തോന്നുന്നില്ല. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ആയപ്പോഴാണ് ചുമ്മുവിന് ചെറിയ രീതിയിൽ വയറിന് അസ്വസ്ഥതകൾ തുടങ്ങിയത്. എല്ലാ മാസവും പതിവായി വരുന്ന വേദന ആയതുകൊണ്ട് തന്നെ അവൾ ഹാഫ് ഡേ ലീവ് എഴുതി കൊടുത്തിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങുവാനായി തുടങ്ങി. വൈകിട്ടാവുമ്പോഴേക്കും വയറുവേദന സഹിക്കാൻ പറ്റാതെ ആവുമെന്നുള്ള കാര്യം പെണ്ണിന് മുൻകൂറായിട്ട് അറിയാമായിരുന്നു. ഈ സമയം ദേഷ്യവും സങ്കടവും ഒക്കെ കൂടുതലായതുകൊണ്ട് തന്നെ വീട്ടിൽ ചെന്ന് ചൂടുവെള്ളത്തിൽ കുളിച്ച് കിടന്നുറങ്ങിയാണ് പതിവ്. എടി, ഞാനൂടെ വരാം. നീ ഒറ്റയ്ക്ക് എങ്ങനെ പോകും? കാര്യം പറയാതെ തന്നെ അറിഞ്ഞവൻ കൂടെ ഇറങ്ങി. വേണ്ടടാ പങ്കു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എനിക്ക്. ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. അതുമല്ല, മന്ത് എൻഡിങ് ആണ്. വർക്ക് ഒരുപാടുണ്ട് പെൻഡിങ്ങിൽ. അതുകൊണ്ട് നീ വരേണ്ട കാര്യമില്ല. അവൾ കട്ടായം പറഞ്ഞു. അതല്ലടി, നീ ഒറ്റയ്ക്ക് ഈ അവസ്ഥയിൽ
അല്ലെങ്കിൽ ഡ്രൈവർമാർ ആരെങ്കിലും കാണുമല്ലോ, അവരെ കൂട്ടിക്കൊണ്ട് നീ പോ. പങ്കുവിന് അവളുടെ അവസ്ഥയോർത്ത് വല്ലാത്ത സങ്കടം തോന്നി. അതൊന്നും കുഴപ്പമില്ല, ആരെയും വിളിക്കണ്ട, ഞാൻ നമ്മുടെ വണ്ടി എടുക്കുക. നീ വരുമ്പോൾ ഏട്ടമ്മ ആരുടെയെങ്കിലും കൂടെ വായോ. അതും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും പുറത്തിറങ്ങി. പോകുന്ന പോക്കിൽ ക്യാൻറ്റീനിൽ നിന്ന് 2-3 ഡയറി മിൽക്ക് വാങ്ങി ബാഗിൽ വെക്കുവാനും ചുമ്മും മറന്നില്ല. നേരെ പാർക്കിങ്ങിലേക്ക് ചെന്ന് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തവൾ വീട് ലക്ഷ്യമാക്കി പായുമ്പോൾ കാരണം അറിയാത്ത ദേഷ്യമോ സങ്കടമോ ഒക്കെ അവളിലുണ്ടായിരുന്നു. വീടെത്താറായപ്പോഴേക്ക് എന്തുകൊണ്ടാണെന്നറിയില്ല, പെട്ടെന്ന് അവളുടെ ബൈക്ക് നിന്നുപോയി. ചുമ്മു എത്രയൊക്കെ ശ്രമിച്ചിട്ടും ബുള്ളറ്റ് സ്റ്റാർട്ടാവുന്നുണ്ടായിരുന്നില്ല. അതും കൂടി ആയപ്പോഴേക്കും ഒന്നും കൂടി അവൾക്ക് കലിപ്പായി. വണ്ടിയിൽ നിന്ന് ഇറങ്ങി അതെടുത്ത് വഴിയുടെ ഒരരികിലേക്ക് അവൾ നീക്കി വെച്ചു. സാധനത്തിന് നിന്നു പോകാൻ കണ്ട സമയം. അതിൽ 2 ചവിട്ടും കൂടി കൊടുത്തിട്ട് വണ്ടി ഓഫ് ചെയ്തു വെച്ചവൾ പിന്നീട് ആരെയോ വിളിച്ച് വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വെക്കാനുള്ള കാര്യം ശരിയാക്കി. 2 വളവ് കഴിഞ്ഞ തറവാടാണ്. വീട്ടിലുള്ള ആരെയെങ്കിലും വിളിച്ച ഡ്രൈവറെ പറഞ്ഞു വിടുമെന്ന് അറിയാമായിരുന്നെങ്കിലും അവർ വരുന്ന സമയം വരെ വഴിയിൽ കാത്തുകെട്ടി കേൾക്കുവാൻ പെണ്ണ് തയ്യാറായില്ല. ബാഗിൽ കിടക്കുന്ന ചോക്ലേറ്റ് ഒരെണ്ണം കയ്യിലെടുത്ത് പൊട്ടിച്ച് വായിൽ വെച്ചവൾ അത് നുണഞ്ഞുകൊണ്ടായി പിന്നീടുള്ള അവളുടെ നടപ്പ്. കുറച്ച് മുൻപോട്ട് നടന്നപ്പോഴാണ് ബൈക്കിൽ വന്ന 2 പേര് അവരുടെ വണ്ടി വഴിയരികിൽ നിർത്തി തൻ്റെ പിന്നാലെ നടക്കുവാനായി തുടങ്ങിയത് അവൾ കണ്ടത്. ആദ്യമൊന്നും അവളത് ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നീട് ചുമ്മുവിന് അതൊരു അലോസരമായി. ഈ നാട്ടിലുള്ളവരല്ലെന്ന് കണ്ടാൽ തന്നെ അറിയാം. അല്ലെങ്കിൽ മേലിടത്ത് വീട്ടിലെ പെണ്ണിനെ ശല്യപ്പെടുത്താൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവുമോ? പല പ്രാവശ്യം നാവ് ചൊറിഞ്ഞു വരികയും കൈതരിക്കുകയൊക്കെ ചെയ്തിട്ടും ഈ സമയത്ത് എന്തെങ്കിലും പ്രവർത്തിച്ചാൽ തനിക്ക് സ്വയം നിയന്ത്രിക്കുവാൻ പറ്റില്ലെന്നറിയാവുന്നത് കൊണ്ട് തന്നെ ചുമ്മു സ്വയം അടങ്ങി. അവന്മാർ ശല്യപ്പെടുത്തുന്നില്ലെന്നോ എന്നൊരു ധാരണയിൽ അവൾ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ടേക്ക് തന്നെ നടന്നു. ചുറ്റും റബ്ബർ തോട്ടങ്ങളായതിനാൽ തന്നെ വഴിയരികിൽ ആരെയും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു വളവും കൂടി കഴിഞ്ഞ വീടാണ്. അവളുടെ കാലുകൾക്ക് വേഗത കൂടി. പൊടുന്നനെയാണ് മാധവിൻ്റെ വണ്ടി അവരെയും കടന്ന് മുന്നോട്ടേക്ക് പോകുന്നത് ചുമ്മു കണ്ടത്. വീട്ടിൽ നിന്ന് സ്റ്റേഷനിലേക്ക് പോകുകയായിരുന്നു അവൻ. എങ്കിലും ആ വണ്ടി കാണാത്ത ഭാവത്തിൽ അവൾ കാലുകൾ നീക്കി. സർ, അത് സാറിൻ്റെ വീട്ടിലെ കുട്ടിയല്ലേ ആ നടന്നു പോണത്? ചുമ്മുവിനെ കടന്നു പോയതും ഡ്രൈവിംഗ് സീറ്റിലിരുന്ന സോമൻ അത് അടുത്തിരിക്കുന്നവനോട് ചോദിച്ചു. അമർത്തിയൊരു മൂളിച്ച മാത്രമായിരുന്നു മാധവിൽ നിന്നും അയാൾക്ക് കിട്ടിയ മറുപടി. സർ, പിറകെ 2 അവന്മാർ പോകുന്നുണ്ടല്ലോ, വണ്ടി ഒതുക്കണോ സാറേ? അയാൾ വീണ്ടും ആദിയോടെ മാധവനോട് തിരക്കി. വേണ്ട, നമുക്ക് പോകാം, അവൻ അലസമായി പറഞ്ഞു. സാറേ, അവന്മാർ ശരിയല്ലെന്നാണ് തോന്നുന്നത്. ഇത്തിരി മുന്നോട്ടേക്ക് ചെന്നതും അയാൾ വണ്ടി പതിയെ സ്ലോ ആക്കി. കാരണം ചുമ്മുവിനെ ആ ചെക്കന്മാർ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി അയാളിൽ ഉണ്ടായിരുന്നു എന്നാണ് സത്യം. ശരിയല്ല, അത്രമാത്രം പറഞ്ഞിട്ട് മാധവ് മുന്നോട്ടേക്ക് നോക്കിയിരുന്നു. അതേസമയം ചുമ്മുവിൻ്റെ പിറകെ നടന്നവന്മാർ പതിയെ അവളെ ചൊറിയുവാനായി തുടങ്ങിയിരുന്നു. മുറ്റു പീസാണല്ലോ ആളിയ, നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലെയുള്ളതിനെ കണ്ടിട്ടേയില്ല. പെട്ടെന്നാണ് പുറകിൽ നടക്കുന്ന ഒരുവൻ അവളെ കളിയാക്കിക്കൊണ്ട് സംസാരിച്ചത്. കണ്ടോടാ, ഹോ അമ്മച്ചിയെ പൊളി, ഇവളെ ഒരു ദിവസമെങ്കിലും എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ. ചെക്കൻ അതും പറഞ്ഞ് നാവ് വായിലിട്ടില്ല. അതിനു മുൻപേ ചുമ്മു തിരിഞ്ഞു നിന്നുകൊണ്ട് അവളുടെ വലം ഊക്കോടെ പതിപ്പിച്ചിരുന്നു. ഒന്നാമതേ ദേഷ്യം വന്ന് മൂക്കിൻ തുമ്പിലിരിക്കുന്നവൾക്ക് പൂവാലന്മാരുടെ ശല്യവും കൂടി ആയപ്പോഴേക്കും കലിപ്പ് നിയന്ത്രിക്കുവാൻ പറ്റിയിരുന്നില്ല. റോഡിന് നടുവിലേക്ക് ഒരുവൻ അലച്ചു തള്ളി വീണു. എടി, അത്രയ്ക്കായോടി? അതും കണ്ടുകൊണ്ട് കൂടെ നിന്നവൻ ചുമ്മുവിൻ്റെ നേരെ വന്നതും അവനെയും കൊടുത്ത് അവൾ ദൂരേക്ക് ചിരുന്നു. പിന്നീട് അവിടെ ഒരു താണ്ഡവമായിരുന്നു നടന്നത്. റോഡിൽ വീണ് കിടക്കുന്ന 2 എണ്ണത്തിനെയും കളി തീരുന്നത് വരെ അവൾ അവരുടെ മുഴുവനും അവളുടെ ടുകൾ കൊണ്ട് നിറഞ്ഞു. എന്നിട്ടും ദേഷ്യം തീരാത്തവൾ അവരുടെ 2 പേരുടെയും റോഡിൽ കളിച്ചു. ഏകദേശം 10-15 മിനിറ്റ് കഴിഞ്ഞതും അവളൊന്ന് അടങ്ങിയിരുന്നു. അപ്പോഴേക്കും പഴന്തുണി കെട്ടുപോലെ ആയിരുന്നു ചെക്കന്മാരുടെ കിടപ്പ്. ഇനിയൊന്നും ചെയ്യരുതേ പെങ്ങളെ, അറിയാതെ പറ്റിപ്പോയതാ, സോറി. ചോര വാർന്നൊഴുകുന്ന 2 കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവർ വഴിയിൽ കിടന്ന് കെഞ്ചി. അതെ,
ഇത്തവണ അളിയന്മാർക്ക് തെറ്റുപറ്റിപ്പോയി. ചെറുതായിട്ടൊന്ന് ആള് മാറിയല്ലേ, സാരമില്ല. എന്താണേലും ഞാൻ നല്ല മൂഡിലിരുന്നപ്പോഴാ നിങ്ങൾ വന്നത്. മാറി മാറി അവരെ ചുമ്മാ മുരണ്ടു. ഇനി മേലെ ഇമാതിരി പണിയുമായി ഏതേലും പെണ്ണിൻ്റെ പുറകെ നീയൊക്കെ പോയാൽ. ബാക്കിയവള് പറഞ്ഞില്ല. രണ്ടിൻ്റെയും അടിവേറിന് താഴെയായി ഓരോന്ന് തിരിഞ്ഞു വീട്ടിലേക്ക് നടന്നു. ഈശ്വര, ആ കൊച്ചു പുലിയാണല്ലോ. റോഡിൽ നടന്ന സംഭവങ്ങളെല്ലാം റിയർവ്യൂ മിററിലൂടെ വ്യക്തമായി കണ്ട സോമൻ ഒന്ന് ചിരിച്ചുകൊണ്ട് വണ്ടി വേഗത്തിൽ മുന്നോട്ടേക്കെടുത്തു. അതിനു അമർത്തിയൊരു മൂളിച്ചയായിരുന്നു മാധവിൽ നിന്നും വന്നത്. അപ്പോൾ മാത്രം അവൻ്റെ കണ്ണുകൾ സൈഡ് മിററിലൂടെ പിന്നിലേക്കൊന്ന് പാളി നീങ്ങിപ്പോയി. വഴിയരികിൽ കിടന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത നിരങ്ങുന്ന പൂവാലന്മാർ. അവരെ കണ്ടതും കണ്ണൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിടർന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ നടന്നു പോകുന്ന ചുമ്മൂനെയും കൂടി ഒന്ന് പാളി നോക്കിയതിന് ശേഷം അവൻ മുന്നോട്ടേക്ക് നോക്കിക്കൊണ്ട് നേരെയിരുന്നു. വെറുതെ അല്ല സാറ് പറഞ്ഞത് വണ്ടി നിർത്തണ്ടെന്ന്. അപ്പോൾ സാറിനറിയാം ആ പോയോള് രാജവെമ്പാല തന്നെയാണെന്ന്. സോമൻ അതും ചിന്തിച്ചുകൊണ്ടാണ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി വണ്ടി പായിച്ചത്. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം കേട്ടോ.